കൃപാസന ആൾത്താരയിൽ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ ദൈവ മാതാവിൻ്റെ മുൻപിൽ ഇതെൻ്റെ മൂന്നാമത്തെ സാക്ഷ്യമാണ്. ഞാൻ വരുന്നത് വാഗമൺ സെൻറ്റ് ആൻ്റണീസ് ഇടവകയിൽ നിന്നാണ്. എൻ്റെ പേര് കുമാരി ജോസഫ്. കൃപാസന ആൾത്താരയിൽ ഇത് മൂന്നാമത്തെ സാക്ഷ്യം. എനിക്ക് പറയുന്നത് 2 പ്രാവശ്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇത് മൂന്നാമത് വന്ന് പറയാൻ അമ്മ എനിക്ക് അനുഗ്രഹം തന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ആദ്യമായി ഞാൻ പറയുന്ന സാക്ഷ്യം, എൻ്റെ കാശ് രൂപ എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയായിരുന്നു. ഞങ്ങളൊരു ദിവസം വിറകിന് പോയതായിരുന്നു. അന്ന് ഹർത്താലായിരുന്നു. വിറക് പിറക്കി വണ്ടിയിൽ കൊടുത്തു വിട്ടു. ഞങ്ങൾ നടന്നു വരികയായിരുന്നു. എൻ്റെ പേഴ്സ് എൻ്റെ കയ്യിൽ നിന്ന് എങ്ങനെയോ നഷ്ടപ്പെട്ടു പോയി. ഞങ്ങൾ അറിഞ്ഞില്ല. കുറേ ദൂരം പോയി കഴിഞ്ഞ് നോക്കിയപ്പോൾ പേഴ്സ് കയ്യിലില്ലായിരുന്നു. അപ്പം ഞാൻ ഭയങ്കരമായിട്ട് അമ്മയെ വിളിച്ച് കരഞ്ഞു, മാതാവേ എന്നെ വിട്ട് അകന്ന് പോകരുതേ, അങ്ങനെ പോയാൽ എന്നെ കൂടെ കൊണ്ടുപോകണം, എന്നെ അകന്ന് പോകരുതേ എന്ന് കരഞ്ഞ് നിലവിളിച്ചുകൊണ്ട് ഞാൻ പുറകിലോട്ട് ഓടുമായിരുന്നു. റോട്ടിൽ കൂടെ കുറേ ഓടിപ്പോകുമ്പോൾ ഒരു പശു, റോട്ടിൽ ആൾക്കാരൊന്നുമില്ല, ഹർത്താലായിരുന്നത് കൊണ്ട് ഒരു പശു പശുവിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന പേഴ്സ്, ഒരടി പശു മുന്നോട്ട് കാല് വെച്ചാൽ ആ പേഴ്സ് എടുത്ത് പശു വായിലിടും. ഞങ്ങൾക്ക് കാശ് രൂപം കിട്ടത്തുമില്ല. പേഴ്സ് അവിടെ നഷ്ടപ്പെട്ടുവെന്നും അറിയത്തില്ല. അമ്മ മാതാവിനെ അപേക്ഷിച്ചതിൻ്റെ ഫലമായി അമ്മ മാതാവ് ഒരു പോറൽ പോലും കേൾക്കാതെ എൻ്റെ പേഴ്സും കാശ് രൂപ എനിക്ക് കിട്ടി. 2 പ്രാവശ്യം നഷ്ടപ്പെട്ടായിരുന്നു. പിന്നെ ഒരു പ്രാവശ്യം നഷ്ടപ്പെട്ടത്, അത് ഒരു കടയിൽ പച്ചക്കറി മേടിച്ചിട്ട് ഞാൻ പേഴ്സ് താഴെ വെച്ചിട്ട് സാധനമെല്ലാം എടുത്ത് പേഴ്സ് എടുത്തില്ല. പകുതി വഴിക്ക് വരുമ്പോൾ എന്നോട് ആരോ പറയുന്ന പോലെ എനിക്ക് തോന്നി, പേഴ്സ് കയ്യിലുണ്ടോ എന്ന് നോക്കൂ. അപ്പോൾ പേഴ്സ് കയ്യിലുണ്ടോ എന്ന് നോക്കാനോ, എൻ്റെ കയ്യിലുണ്ടല്ലോ എന്ന് ഞാൻ മനസ്സിൽ ഞാനും പിന്നെയും പറയുക പേഴ്സ് കയ്യിലുണ്ടോ എന്ന് നോക്കിയപ്പോൾ എൻ്റെ കയ്യിൽ പേഴ്സില്ല. ഞാൻ പച്ചക്കറി സാധനമെല്ലാം അവിടെ വെച്ചിട്ട് ഒരു ചേട്ടൻ അവിടെ നിൽക്കുമായിരുന്നു. ആ ചേട്ടനോട് പറഞ്ഞ് എൻ്റെ പേഴ്സ് നഷ്ടപ്പെട്ടു പോയി, ഈ സാധനം ഇവിടെ ഇരിക്കട്ടെ എന്ന്. അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞ് മീനോ വല്ലതും ഉണ്ടെങ്കിൽ അകത്തെടുത്ത് വെച്ചിട്ട് പോക്കോ, പൂച്ച എടുക്കും, എനിക്ക് എന്നാ നഷ്ടപ്പെട്ടാലും സാരമില്ല, എൻ്റെ അമ്മയെ എനിക്ക് നഷ്ടപ്പെടരുതെന്ന് പറഞ്ഞ് ഞാൻ സാധനം ആ വഴിയിലിട്ടിട്ട് ഓടുമായിരുന്നു. അവിടെ പോകുമ്പോൾ ആ കട നിറച്ചും ആളുണ്ട്. ഈ പേഴ്സ് പുറത്തൊരു പച്ചക്കറി കൊട്ടയിലിരിക്കുക, ആർക്ക് വേണേലും അത് എടുത്തിട്ട് പോകാനേ ഉള്ളായിരുന്നു. പക്ഷെ ആരും അവിടെ നിന്നവരത് കണ്ടില്ല. ഞാൻ പോയി എടുക്കുമ്പോഴാണ് അവർ ആ പേഴ്സ് കാണുന്നത്. ഇവിടെ ഇരിക്കുമായിരുന്നു എന്നാൾ ചോദിച്ചു. അങ്ങനെ 2 പ്രാവശ്യം മാതാവ് എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ട് ഞാൻ അമ്മയെ കരഞ്ഞ് വിളിച്ചപേക്ഷിച്ചപ്പോൾ അമ്മയെ എനിക്ക് തിരിച്ചു കിട്ടി. പിന്നെ പറയാനുള്ള സാക്ഷ്യം, ഞങ്ങളുടെ വീട്ടിൽ ഭയങ്കരമായ ഉറുമ്പ് ശല്യമായിരുന്നു. ചോറ് വയ്ക്കാൻ പറ്റുകയില്ല, കറി വെക്കാൻ പറ്റുകയില്ല. ചോറ് എടുക്കുമ്പോൾ നിറച്ച് ഉറുമ്പായിരിക്കും, കറിയിലാണെങ്കിലും അതുപോലെ. പിന്നെ ഞാൻ കിടക്കാൻ പറ്റുകയില്ല. കിടക്കുക എന്ന് പറഞ്ഞാൽ തല തൊട്ട് കണ്ണിലും മൂക്കിലും എല്ലാം കയറി കടിക്കുമായിരുന്നു. എന്തെല്ലാം മരുന്നിട്ടാലും ഉറുമ്പ് മാറത്തേ ഇല്ലായിരുന്നു. എങ്ങനെ തൂത്തുവാരി ഇട്ടിട്ട് ഉറുമ്പ് പൊടി തട്ടിയാലും പിന്നെയും ഭയങ്കരമായ ഉറുമ്പ് ശല്യമായിരുന്നു. ഞാൻ ഉടമ്പടി, നമ്മുടെ ഇവിടുത്തെ കൃപാസന ആൾക്കാരെയും തന്നിവിടെ ഉടമ്പടി ഉപ്പ് പ്രാർത്ഥിച്ച് അവിടെ എല്ലാം ഞാൻ വിതറിയിട്ട് പറഞ്ഞു, മാതാവേ ഈ ഉറുമ്പ് ഇന്ന് ഇവിടെ നിന്ന് മാറിപ്പോകണം, ഞാൻ മാതാവിൻ്റെ സന്നിധിയിൽ ഒന്ന് സാക്ഷ്യം പറഞ്ഞു കൊള്ളാമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം തൊട്ട് ആ ഉറുമ്പ്, പിന്നെ ഈ ഭവനത്തിൽ ഇന്ന് വരെ ഉറുമ്പ് വന്നിട്ടില്ല. പിന്നെ ഒരു പാമ്പിൻ്റെ ശല്യം ഞങ്ങൾക്ക് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. അതും ഞാൻ അമ്മയുടെ ഉടമ്പടി ഉപ്പിട്ട് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി പിന്നെ പാമ്പിൻ്റെ ഉപദ്രവം വന്നിട്ടില്ല. ഇങ്ങനെ പലവിധമായ അനുഗ്രഹങ്ങൾ മാതാവ് ഞങ്ങൾക്ക് പല പ്രാവശ്യമായി ചെയ്തു തന്നിട്ടുണ്ട്. ഒരുപാട് അനുഗ്രഹങ്ങൾ തന്ന പരിശുദ്ധ അമ്മ ദൈവം മാതാവിന്, ഈശോയ്ക്കും 100 കോടി നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഞങ്ങൾ പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഇവിടെ നിന്ന് പത്രം വാങ്ങിച്ചു കൊണ്ടുപോയി ഞങ്ങളെ കൊണ്ട് പറ്റുന്ന ഇടങ്ങളിൽ ദൂര സ്ഥലത്തിലെല്ലാം ഞങ്ങളെ കൊണ്ട് കൊടുക്കുക. എവിടെ നിന്നില്ല, എവിടെ വേണേലും കൊണ്ട് കൊടുക്കും. ജയിലിൽ ഒരു പ്രാവശ്യം പോയായിരുന്നു. അപ്പോൾ അകത്ത് കയറേണ്ട, ഓഫീസുകളിൽ കൊടുത്താൽ മതി എന്നവർ പറഞ്ഞ് ഞങ്ങൾ കൊണ്ട് ഓഫീസിലെല്ലാം കൊണ്ട് കൊടുത്തു. എവിടെ ഞങ്ങൾ പോയാലും പോകുന്നിടത്തെല്ലാം അമ്മയുടെ ഉടമ്പടി പത്രം പ്രാർത്ഥിച്ച് കൊടുക്കുമായിരുന്നു. എല്ലായിടത്തും കൊണ്ട് കൊടുക്കും, ദൂരസ്ഥലത്തിലെല്ലാം പോയി കൊടുക്കും. പിന്നെ കാരുണ്യപ്രവൃത്തിയായിട്ട് ചെയ്യുന്നത്, എല്ലാ മാസവും ഞങ്ങൾ വൃത്തമന്ദിരത്തിൽ പോയി രോഗികളെ കാണുകയും ഞങ്ങളെക്കൊണ്ട് പറ്റുന്ന സഹായം അവർക്ക് ചെയ്തു കൊടുക്കുകയും ചെയ്യും. പിന്നെ എല്ലാ മാസത്തിലൊന്ന് പോയി ക്യാൻസർ രോഗികളെ ആശുപത്രിയിൽ പോയി കാണും. അവർക്ക് ഞങ്ങളെക്കൊണ്ട് പറ്റുന്ന എന്തെങ്കിലും ചെറിയ സഹായങ്ങൾ ചെയ്തു കൊടുക്കും. വീടുകളിൽ പോയി രോഗികളെ കാണും. ആരെവിടെ രോഗികളുണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അവിടെ പോയി കാണും, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അങ്ങനെ മാതാവിൻ്റെ അനുകൃപയാൽ ഞങ്ങളെ വഴി നടത്തിക്കൊണ്ടിരിക്കുന്നു. മാതാവിന് നൽകിയ എല്ലാ അനുഗ്രഹങ്ങളും കൃപയ്ക്കും ഈശോയ്ക്കും മാതാവിന് 100 കോടി നന്ദി പറയുന്നു. ഇനി എൻ്റെ മകൾക്ക് കിട്ടിയ അനുഗ്രഹം മകൾ പറയും. എൻ്റെ പേര് പ്രീതി. ഞാൻ ഉടമ്പടി എടുത്തത് ഫെബ്രുവരി 4, 2026 എനിക്ക് 4 വർഷമായിട്ട് ഗ്യാസിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. കുറേ മരുന്നുകൾ എടുത്തു, എന്നിട്ടും ഒട്ടും കുറവില്ലായിരുന്നു. ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ട് അന്ന് മുതൽ ഞാൻ ഉടമ്പടി ഉപ്പും തേനും മിക്സ് ചെയ്ത് കഴിക്കാൻ തുടങ്ങി. എൻ്റെ എല്ലാ മരുന്നുകളും ഞാൻ സ്റ്റോപ്പ് ചെയ്തു. രാവിലെയും വൈകിട്ടും ഞാൻ ഈ ഉടമ്പടി ഉപ്പും തേനും കഴിച്ചു. അതിൻ്റെ ഫലമായിട്ട് പിന്നീട് ഒരിക്കലും എനിക്ക് ഗ്യാസ് കയറിയിട്ടില്ല. ഇപ്പോൾ ഞാൻ ആഴ്ചയിൽ ഒരു ദിവസം ഉപവാസം എടുക്കുമ്പോൾ പോലും എനിക്കൊരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. പിന്നെ എനിക്ക് കിട്ടിയ അനുഗ്രഹം
എനിക്ക് പീരിയഡ്സ് ആകുമ്പോഴത്തേക്കും ഭയങ്കര വയറുവേദന ഉണ്ടാകുമായിരുന്നു. ഒരു ദിവസം തന്നെ 11 പ്രാവശ്യം ഞാൻ ഛർദ്ദിക്കുമായിരുന്നു. വെള്ളം കുടിച്ചാലും ഛർദ്ദിക്കും, എന്ത് ഫുഡ് കഴിച്ചാലും ഛർദ്ദിക്കും, കട്ടിലേന്ന് എഴുന്നേൽക്കാൻ പറ്റിയാലും അത്രയ്ക്കും പ്രശ്നമുണ്ടായിരുന്നു. ഞാൻ എന്നും ഉടമ്പടി എടുത്തതിന് ശേഷം തൈലം പുരട്ടി പ്രാർത്ഥിക്കുകയും മാതാവിൻ്റെ ഉടമ്പടി കാശുരൂപം വയറിൽ വെച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യും. അതിനുശേഷം 3 മാസമായിട്ട് എനിക്കിപ്പം വയറുവേദന അനുഭവപ്പെടാറില്ല. എനിക്ക് സാധാരണ ഒരു ദിവസം എങ്ങനെയാണോ പോകുന്നത് അതുപോലെ തന്നെയാണ് എനിക്ക് പീരിയഡ്സിൻ്റെ ദിവസവും ഇപ്പോൾ എനിക്ക് ഫീൽ ചെയ്യാറ്. എൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഞങ്ങൾ ഇവിടുന്ന് പത്രം വാങ്ങിച്ച് ഹോസ്പിറ്റലുകളിലും അതുപോലെ എല്ലാ ബസ് സ്റ്റാൻഡിലുമൊക്കെ കൊണ്ട് കൊടുക്കും. ആശുപത്രികളിലും വീടുകളിലും രോഗികളെ ചെന്ന് കാണുകയും ഞങ്ങളെ കൊണ്ടാവുന്ന വിധം ഞങ്ങൾ പൈസ കൊടുത്തവരെ സഹായിക്കുകയും ചെയ്യും. റോഡിൽ ഇരിക്കുന്ന വയ്യാത്തവർക്കും പ്രായമായവർക്കും ഒക്കെ ആര് കൈ നീട്ടിയാലും ആരെയും വിഷമിപ്പിക്കാറില്ല. ഉള്ളതുപോലെ പൈസ കൊടുത്ത് അവരെ സഹായിക്കും. പിന്നെ ആത്മീയമായിട്ട് ഞാൻ പള്ളിയിൽ പോകാൻ ഭയങ്കരമായ മടിയുള്ള ഒരു വ്യക്തിയായിരുന്നു. ഞായറാഴ്ചകളിൽ പോലും എനിക്ക് പള്ളിയിൽ പോകാൻ ഭയങ്കര മടിയായിരുന്നു. ഉടമ്പടി എടുത്ത അന്ന് മുതൽ ഞാൻ ഒരു ദിവസം പോലും ഇന്ന് വരെ കുർബാന മുടക്കിയിട്ടില്ല. കിട്ടിയ അനുഗ്രഹങ്ങൾക്ക് ഈശോയ്ക്കും മാതാവിനും ഒരുപാട് നന്ദി പറയുന്നു. ഞാൻ ആത്മീയമായിട്ട് വളർന്നത് കുർബാന കൂടാൻ മടിയായിരുന്നു. ഞായറാഴ്ച ദിവസം പണിയുണ്ടെങ്കിൽ അപ്പോൾ തന്നെ അന്നും പണിക്ക് പോകുന്ന ഒരു വ്യക്തിയായിരുന്നു. ഇപ്പോൾ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ ഒരു കുർബാന പോലും മെനക്കെടുത്തിട്ടില്ല. എല്ലാ ദിവസവും പോയി കുർബാന കൂടും. 2 ആഴ്ച കൂടുമ്പം കുമ്പസാരിക്കും. മറ്റുള്ളവരോട് പറയും ദേവാലയത്തിൽ പോകണം, കുർബാന കൂടണമെന്ന് പറയും. അതുപോലെ തന്നെ പിന്നെ എവിടെയെങ്കിലും പോകണമെന്ന് വെച്ചാൽ ഞാൻ രാവിലെ പോയി കുർബാന കൂടിയിട്ടേ പോകാവുള്ളൂ. അങ്ങനെ ഒത്തിരി ബൈബിൾ വായിക്കും. നേരത്തെ ഒന്നും ബൈബിൾ വായിക്കത്തില്ലായിരുന്നു. അരമണിക്കൂർ കൂടുതലൊക്കെ ബൈബിൾ വായിക്കും. പിന്നെ ഉടമ്പടി തിരി കത്തിച്ചുള്ള പ്രാർത്ഥന ഇന്ന് വരെ എനിക്ക് ദൈവം മുടക്കാനുള്ള ഇത് തന്നിട്ടില്ല. എല്ലാ ദിവസവും പ്രാർത്ഥന ചൊല്ലാൻ ഞാൻ ആ കൊച്ചിനെ വെച്ചിട്ട് ആശുപത്രിയിലിരിക്കുമ്പോൾ അവിടെയും ഞാൻ തിരി കത്തിച്ച് മുട്ടയിൽ നിന്ന് പ്രാർത്ഥന ചൊല്ലുമായിരുന്നു. ബസ്സിലൊരു ദിവസം രാത്രിയായിരുന്നു ഞങ്ങൾക്ക് യാത്ര. അന്നേരം ഞങ്ങൾ ബസ്സിൽ വെച്ച് തിരി കത്തിച്ച് പ്രാർത്ഥിച്ചു. ഇന്ന് വരെ ദൈവം അതിനൊരു മുടക്കം തരാതെ ഇന്ന് വരെ വഴി നടത്തുന്നുണ്ട്. ഇനിയും ദൈവം അതുപോലെ വഴി നടത്തണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സാക്ഷ്യം അവസാനിക്കും. പുറപ്പാട് 33:14 കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെ നിന്നോട് കൂടെ വരികയും നിനക്ക് ആശ്വാസം നൽകുകയും ചെയ്യും. കുമാരി ജോസഫ് എന്ന ഈ സഹോദരിയും മകളും ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച ദൈവാനുഗ്രഹങ്ങളെ സന്തോഷത്തോടും നന്ദിയോടും അമ്മയുടെ തിരുനടയിൽ സാക്ഷ്യപ്പെടുത്തുന്നു. രോഗങ്ങൾക്ക് ലഭിച്ച സൗഖ്യമുണ്ട്, ജീവിതത്തിൽ ലഭിച്ച ബോധ്യങ്ങളുണ്ട്, നഷ്ടപ്പെട്ട കാശുരൂപം തിരികെ കിട്ടിയ അവസരങ്ങളുണ്ട്. അമ്മയോട് ചോദിക്കുമ്പോഴൊക്കെയും അമ്മ മാതാവ് തൻ്റെ സാന്നിധ്യം അനുഗ്രഹങ്ങളായി നൽകിക്കൊണ്ട് ഈ കുടുംബത്തെ എങ്ങനെ കാത്തുപരിപാലിച്ചുവെന്ന് വാക്കുകളിലൂടെ സാക്ഷ്യപ്പെടുത്തുകയാണ്. ഈ വാക്കുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അമ്മ മാതാവിനെ എത്ര കണ്ട് ഓൺ ചെയ്യുന്നു എന്നതാണ്. ആദ്യം മുതൽ അവസാനം വരെയും ആ സഹോദരിയുടെ വാക്കുകളിൽ നമ്മൾ കേൾക്കുന്നത് അമ്മ മാതാവിനെ ജീവന് തുല്യം സ്നേഹിക്കുകയും സ്വന്തമാക്കുകയും കൂടെ ഉണ്ടാകുവാൻ വേണ്ടി ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു ജീവിതക്രമം ഉടമ്പടി എടുത്തതിന് ശേഷം കൂടെയുണ്ട് എന്നുള്ളതാണ്. അത് ആ കാശുരൂപം നഷ്ടപ്പെടുന്ന 2 അവസരങ്ങളിലും എന്നെക്കൂടി മാതാവിൻ്റെ ഒപ്പം കൊണ്ടുപോയിക്കോ എന്ന് പറയുന്ന വാക്കുകൾ, അതോടൊപ്പം രാത്രി ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴും ഉടമ്പടി പ്രാർത്ഥനയ്ക്ക് തിരികെത്തിച്ച് പ്രാർത്ഥിക്കുമെന്ന നിർബന്ധം, അതോടൊപ്പം ഒരു ദിവസം പോലും ഉടമ്പടിയുടെ ചിട്ടവട്ടങ്ങളിൽ നിന്നും മാറാതെ എന്തൊക്കെ ക്ലേശങ്ങളും പ്രയാസങ്ങളും ഉണ്ടെങ്കിലും ആ ഉടമ്പടിയുടെ ചിട്ടവട്ടങ്ങൾ അതുപോലെ തന്നെ പാലിക്കുകയും ജീവിക്കുകയും ചെയ്യുമെന്ന് സൂക്ഷിക്കുന്ന കർക്കശ്യം, അതൊക്കെ അമ്മ മാതാവിനെ സ്വന്തമായി ഏറ്റെടുക്കുന്നതിൻ്റെ അടയാളമാണ്. നമുക്ക് എപ്പോഴും ഉടമ്പടി ജീവിതത്തിൽ പരിശോധിക്കപ്പെടേണ്ട മേഖല അതാണ്. ഒരു കാര്യം കാണുവാൻ വേണ്ടി ഉടമ്പടി എടുത്ത് ജീവിക്കുന്നവരാണോ, അതോ അമ്മയെ ജീവിതത്തോട് ചേർത്ത് പിടിക്കുവാൻ വേണ്ടി ഉടമ്പടിയിൽ നമ്മൾ നിലനിൽക്കുന്നവരാണോ? കാര്യം കാണാൻ വേണ്ടി ഉടമ്പടി എടുത്തിട്ടുള്ളവരാണെങ്കിൽ അത് നമുക്ക് എല്ലാ കാര്യവും അല്ലെങ്കിൽ നിയോഗവുമായി ബന്ധപ്പെട്ടായിരിക്കും നിൽക്കുന്നത്. നാം ഒരു ധ്യാനം കൂടുന്നതാണെങ്കിലും ഡെയിലി ബ്രെഡ് കൂടുന്നതാണെങ്കിലും പ്രാർത്ഥന ചൊല്ലുന്നതാണെങ്കിലും അതിനെല്ലാം കാരണം എൻ്റെ ഈ നിയോഗം സാധിക്കണം ഒറ്റ നിർബന്ധമായിരിക്കും. മാതാവിനെക്കുറിച്ചുള്ള സ്നേഹമോ മാതാവ് കൈമാറുന്ന ജീവിത സന്ദേശം ജീവിക്കുവാനുള്ള തീഷ്ണതയോ നമുക്കുണ്ടാകണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അത് യാന്ത്രികമായി കാര്യം നേടുന്നത് വരെയുള്ളൊരു ബന്ധമായിരിക്കും. കാര്യം നേടിക്കഴിഞ്ഞാൽ ആ ബന്ധത്തിന് ഇടിവും ഉടമ്പടി ജീവിതത്തിൽ നിന്ന് പുറകോട്ട് പോക്കും നമ്മൾ കാണുകയും ചെയ്യും. മറിച്ച്
അമ്മ മാതാവിനെ സ്വന്തമാക്കുവാനും അമ്മ കൈമാറുന്ന ആത്മീയതയിൽ ജീവിതം ഉറപ്പിക്കുവാനും തീരുമാനിക്കുന്നവരാണെങ്കിലും ജീവിതത്തിൻ്റെ ഏതൊരു ക്ലേശകാലത്തിലും എനിക്ക് അനുഗ്രഹം കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കിക്കൊണ്ടല്ല, മറിച്ച് എൻ്റെ അമ്മ എൻ്റെ ജീവിതത്തിനൊപ്പം ഓരോ നിമിഷവും ഉണ്ടോ ഇല്ലയോ എന്ന് പരിശോധിച്ചുകൊണ്ട് ജീവിതം നയിക്കുന്നവരായി മുന്നോട്ട് പോകും. ആ ഒരു സെൻസിറ്റിവിറ്റി നമ്മുടെ ജീവിതത്തിൽ നമുക്ക് രൂപപ്പെട്ട് വരുമ്പോഴാണ് ഉടമ്പടിക്ക് മജ്ജയും മാംസവും വെച്ചുവെന്ന് നമുക്ക് പറയുവാനാവുക. ദൈവാത്മാവിൻ്റെ പ്രചോദനമുള്ള ജീവിതമാവുക, അമ്മ മാതാവിൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്ന ജീവിതമാവുക, അമ്മയോടൊപ്പം ഓരോ ദിവസവും രാവിലെ മുതൽ രാത്രി വരെ ഓരോ നിമിഷവും ഞാൻ സഞ്ചരിക്കുന്നു, എന്നോടൊപ്പം അമ്മയുണ്ട്, അമ്മയോടൊപ്പം ഞാനുണ്ട് എന്ന ബോധ്യത്തിൽ നമ്മുടെ ജീവിതത്തെ നയിക്കുമ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും അമ്മ മാതാവ് തന്നെ ക്രമീകരിച്ചു തരുന്നത് അനുഭവിക്കുവാനാകും. മകൾ സൂചിപ്പിക്കുന്നുണ്ട്, വാർത്തവ ദിവസം 11 തവണ പോലും ഞാൻ ഛർദ്ദിച്ച് ഒന്ന് എഴുന്നേൽക്കുവാനാവാതെ കിടക്കുന്നതായിരുന്നു നാളിതുവരെയുള്ള എൻ്റെ ജീവിതം. ഉടമ്പടി എടുത്ത് അമ്മ മാതാവിൻ്റെ ഉടമ്പടി തൈലവും ഉടമ്പടി ഉപ്പും ഉടമ്പടി തേനും ഉള്ളിൽ സേവിക്കുകയും ഉടമ്പടി തൈലം ഉദരത്തിൽ കുരിശടയാളം വരച്ച് പ്രാർത്ഥിക്കുകയും എൻ്റെ ജീവിതത്തെ തന്നെ ദുസ്സഹമാക്കുന്ന ഈ വലിയ വേദനയും ക്ലേശവും അമ്മ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുമ്പോൾ കൂടെ നിന്ന് സാധാരണ ദിവസം പോലെ ഏറ്റവും പ്രയാസമുള്ള ആ ദിവസത്തെ പോലും അമ്മ മാറ്റിക്കൊടുത്ത് മകളുടെ ജീവിതത്തെ സന്തോഷം പകരുന്നതാണ് വാക്കുകളിലൂടെ അടയാളപ്പെടുത്തുന്നത്. പ്രിയമുള്ളവരെ, ജീവിതം പല വിധത്തിൽ നമുക്ക് കഷ്ടതകളുള്ളതാണ്. ഓരോ വ്യക്തിക്കും കഷ്ടതകൾ വ്യത്യസ്തവുമാണ്. എന്തു തന്നെയാവട്ടെ, ഉടമ്പടിയിൽ നിങ്ങൾ അമ്മയെ ഓൺ ചെയ്യുകയും അമ്മയോടൊപ്പം ജീവിക്കുവാൻ തയ്യാറാവുകയും ചെയ്താൽ ഏത് കഷ്ടനഷ്ടങ്ങളിലും കൂടെ നിന്ന് പരിഹാരം നൽകുന്ന, പ്രത്യാശ പകരുന്ന, ജീവിതത്തെ ശാന്തതയുള്ളതാക്കുന്ന ദൈവ സാന്നിധ്യം അനുഭവിക്കുവാനാവും. അതിൻ്റെ സാക്ഷ്യമാണ് ഈ കുടുംബം ഒന്നിനു പിറകെ ഒന്നായി ഈ അൾത്താരയിൽ പങ്കുവെച്ചത്. അമ്മയിലൂടെ ഈശോ നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.